ഇന്നലെ നിഫ്റ്റിയിലാണെങ്കിൽ 5 രൂപ ആ ഒരു പാറ്റേൺ തന്നെയാണ് നാളത്തേക്ക് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 4 അവറിൽ 1 അവറിലൊക്കെ ഇന്നലെ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. 1 അവറിലെ OB-കളെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ 1 അവർ OB എന്ന് പറയുമ്പോഴത്തേക്ക് നിലവിൽ ഇന്നലെ വരച്ചിരുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമിൽ 1 അവർ OB-യെ ഈ കിടക്കുന്ന ഇന്നത്തെ ക്ലോസ് ക്യാൻഡിൽ ഇന്നത്തെ ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരും. അതായത് ഈ എൻക്രോച്ച്മെന്റ് മെത്തേഡിലേക്ക് വരും. അതായത് ഈ 1 അവർ OB-യുടെ ഈ മിഡ് ഡോട്ടർ ലൈൻ ഉണ്ടല്ലോ, ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് വന്ന് ടാപ്പ് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് കഴിഞ്ഞ ശേഷം ഈ എൻക്രോച്ച്മെന്റ് മെത്തേഡിന് താഴേക്ക് വന്ന് ടാർഗറ്റ് എടുത്ത് ഇങ്ങനെ വന്ന് ഈ ടാർഗറ്റ് ഫസ്റ്റ് അടിക്കാം, പിന്നെ താഴോട്ടുള്ള നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് അടിക്കാം, ഇങ്ങനെയൊക്കെ പോകാം ഫ്യൂച്ചർ ടാർഗറ്റിൽ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ വ്യൂ. ഇനി നാളെ ഗ്യാപ്പ് അപ്പ് ആകുകയാണെങ്കിൽ ആ വ്യൂ എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഗ്യാപ്പ് അപ്പ് കയറി കഴിയുമ്പോൾ ഈ 1 അവർ OB-യിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് ഈ ടാർഗറ്റുകളും അതേപോലെ ഈ ടാർഗറ്റിനെയൊക്കെ കവർ ചെയ്യാനാണ് ചാൻസ് എന്നാണ് എൻ്റെ വ്യൂ ഉള്ളത്. അപ്പം നിഫ്റ്റിയിൽ നാളെയും എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു ബിയറിഷ് വ്യൂ ആണ്. കാരണം വെച്ചാൽ ഇന്നത്തെ ആണെങ്കിൽ മാർക്കറ്റ് നമ്മളൊരു 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് രാവിലെ ഒരു ഹൈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു റേഞ്ചാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഒരു ഫുൾ റേഞ്ച്. ഈ റേഞ്ച് എന്ന് പറയുന്ന ഈ റേഞ്ചിന് മേലെ റേഞ്ചാണെങ്കിൽ ഉണ്ടാക്കുന്ന ഈ റേഞ്ചിന് ഈ മാർക്കറ്റ് ഈ റേഞ്ചിന് നാളെ ഇങ്ങനെ ഒന്ന് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഗ്യാപ്പ് അപ്പാണ്, ഗ്യാപ്പ് ഡൗൺ ആണ് എങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ മാർക്കറ്റ് ഈ റേഞ്ചിനെ കവർ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് മാർക്കറ്റ് വന്നാൽ നമ്മുടെ ഈ OB-യിലേക്ക് വന്നിട്ട് തന്നെ തിരിച്ച് താഴേക്ക് വരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു ചാൻസാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. അതേപോലെ ഈ റേഞ്ചിന് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഈ ഒരു റേഞ്ച് ഇത്രയും തിരിച്ച് ബ്രേക്ക് ചെയ്യാനും മാർക്കറ്റ് ചാൻസ് ഉണ്ട്. നാളെ ഗ്യാപ്പ് അപ്പാവുക, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പാവുകയാണെങ്കിൽ ഈ റേഞ്ചിൽ ഇപ്പം ഗ്യാപ്പ് അപ്പ് എടുക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അപ്പ് എടുക്കുന്ന ക്യാൻഡിൽ ഈ OB-യെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ OB-യെ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ OB-യിൽ വരുമ്പോൾ 1 അവർ OB-യിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ OB-ന്ന് വേണം നമ്മുടെ താഴേക്ക് വരാൻ കൂടുതലായിട്ടുള്ള വ്യൂ വരാൻ ചാൻസ്. അപ്പം നോക്കും, ഞാനാണെങ്കിൽ മാർക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ മാക്സിമം ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്.